ഇങ്ങോട്ട് വന്നേ. നീ ആ ICU കിടക്കുന്ന കൃഷ്ണന്റെ മോളെ കണ്ടിട്ടുണ്ട്? നമ്മുടെ ഉമ്മക്കുൽസുവിന്റെ അത്രേ ഉള്ളൂ. നാളെ രാവിലെ നടത്താൻ നിശ്ചയിച്ചേക്കണ ഓപ്പറേഷൻ നടന്നില്ലെങ്കിൽ പിന്നെ ആ കൊച്ചി ദുനിയാവിലുണ്ടാവൂല. സ്വന്തം മോളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മോഷ്ടിക്കാൻ ഇറങ്ങണ ഒരു അച്ഛന്റെ അവസ്ഥ മോനെന്ന് ആലോചിച്ച് നോക്കി. നമുക്കാർക്കെങ്കിലും ഈ ഗതികേട് വന്നിരുന്നെങ്കിലും. അല്ല, ബാപ്പ എന്താ ഉദ്ദേശിക്കണേ? റമദാൻ മാസത്തില് എന്തെങ്കിലും സഹായം ചെയ്യണമെന്നും പറഞ്ഞ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കൊണ്ട് ആയ രീതിയിലുള്ള ഒരു സഹായം സക്കാത്ത് കൊടുക്കുന്ന പോലെയാണ് ബാപ്പ അത്. കാശ് എത്രയെന്നാ? ഈ കാശൊക്കെ എന്നാ മോനെ ഉണ്ടായത്? ഇപ്പൊ കാണുന്ന പണവും പത്രാസും ഒന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു ബാപ്പാക്ക്. ഒരു നേരം വയറ് നിറച്ച് കഞ്ഞി കുടിക്കാൻ മോഹിച്ചിരുന്ന ഒരു കാലം. 7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് ഞാൻ ജയിച്ച ദിവസം, സ്കൂളിലെ പരീക്ഷയിൽ ജയിച്ച ദിവസമാണ് മോനെ ബാപ്പ ജീവിതത്തിൽ തോറ്റത്. ജയിച്ച സന്തോഷം അറിയിക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ ഓടിയെത്തിയപ്പോ കണ്ടത് ശ്വാസം കിട്ടാതെ കിടന്ന് പെടയണ ബാപ്പാന്, കരഞ്ഞുകൊണ്ട് ബാപ്പാടെ നെഞ്ച് തടയി കൊടുക്കുന്ന ഉമ്മാന്, എന്ത് ചെയ്യണമെന്നറിയാണ്ടിങ്ങനെ കണ്ണു മിഴിച്ചു നിൽക്കുന്ന 8ഉം 5ഉം വയസ്സുള്ള 2 പെങ്ങന്മാര്. മരിക്കണതിന് മുമ്പ് ബാപ്പ എന്നോടൊന്നും പറഞ്ഞില്ല. പക്ഷെ അവസാനത്തെ തുള്ളി വെള്ളം ഇറക്കണതിന് മുമ്പ് എന്റെ കയ്യിൽ പിടിച്ചിട്ട് ബാപ്പ എന്നെയും പെങ്ങന്മാരെ മാറി മാറി നോക്കി. കുറെ കഴിഞ്ഞ് ആരോ വന്ന് ബാപ്പയുടെ കണ്ണ് തിരിഞ്ഞി അടക്കുന്നത് വരെ ബാപ്പ എന്നെ തന്നെ നോക്കിക്കൊണ്ട് കിടക്കേ. അന്ന് ബാപ്പ എന്നെ നോക്കി പറയാതെ പറഞ്ഞത് എന്താണെന്ന് ഇന്നുണ്ട് എന്റെ മനസ്സിൽ. ബാപ്പ ഈ ചെമ്മിക്കെട്ട് കാവൽ പോകുമ്പോ കൊണ്ടുപോണ 3 ബാറ്ററിന്റെ ഒരു ടോർച്ച് ഉണ്ടായിരുന്നു. അതുമാത്രം ഉണ്ടായിരുന്നുള്ളൂ സ്വത്ത്. 12ാമത്തെ വയസ്സിൽ ഞാനും ഇറങ്ങി ആ ടോർച്ച് പോയിട്ട് രാത്രി മുഴുവൻ ചെമ്മിക്കെട്ടി പോയി കാവലിരിക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന നേരെ ക്ലാസ്സിൽ പോകും. അന്ന് ക്ലാസ്സിലിരുന്ന് ഉറങ്ങിയതിന് ചന്ദ്രപ്പമാഷ് തല്ലിപ്പാട് ഇപ്പോഴും ഉണ്ട് ആ പടക്കാൻ. മാഷിക്കൊന്നും അറിയില്ലല്ലോ. മാഷിക്കെന്നല്ല ആരും അറിയിച്ചിട്ടില്ല കഷ്ടപ്പാടും പട്ടിണിയും ഒന്നും. 8ാം ക്ലാസ്സിൽ ബാപ്പ പഠിപ്പ് നിർത്തണ വരെ ബാപ്പ അവിടെ നിന്ന് തുടങ്ങിയതാണ് മോനെ. വെറും വട്ടപ്പൂജത്തിന്ന് ചോര നീരാക്കി രാവ് പകലാക്കി കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാ ബാപ്പ ഇവിടം വരെ എത്തിയത്. അതിന്റെ ഇടയിൽ ഒരുപാട് പേര് തന്ന സക്കാത്ത് ബാപ്പ ഈ 2 കൈ നീട്ടി മേടിച്ചിട്ടുണ്ട്. ഇന്നീ കാണുന്ന സ്വത്തും പണമൊന്നും ബാപ്പ ഉണ്ടാക്കിയതല്ല, പടച്ചോൻ തന്നതാ. മനുഷ്യൻ വിചാരിച്ച കാശുണ്ടാക്കാൻ പറ്റൂല മോനെ, അത് പടച്ചോൻ വിചാരിക്കണം. നമ്മൾ ആരാവണം, എന്താവണം, ഇതൊക്കെ തീരുമാനിക്കുന്ന പടച്ചോനാ. അവന്റെ പുസ്തകത്തിലെ കണക്ക് ഒരിക്കലും തെറ്റൂല. അല്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ എല്ലാ ബാധ്യതകളും തീർത്ത് ഹജ്ജിന് പോകാൻ പോണതിന്റെ തലേ ദിവസം തന്നെ ഈ കൃഷ്ണൻ എന്തിന് നമ്മുടെ വീട്ടിൽ കയറണം? നമ്മൾ ഇന്നേ വരെ ജീവിതത്തിൽ കണ്ടിട്ടും കേട്ടിട്ടും ഒന്നുമില്ലാത്ത ഒരാളുടെ പ്രശ്നങ്ങൾ നമ്മൾ എന്തിനറിയണം? അപ്പൊ അത് പടച്ചോന്റെ തീരുമാനമാണ്. മോനറിയാവോ ഒരു യഥാർത്ഥ മുസൽമാന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കർമ്മം എന്താണെന്ന്? സക്കാത്ത്. ഒരാള് തന്റെ സ്വത്തിന്റെ ഒരു വിഹിതം സക്കാത്തായി നൽകണമെന്നാണ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. ഇന്നലെ മക്കളുടെ മരുമക്കളുടെ ഒക്കെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെച്ചപ്പോ ബാപ്പ അത് മറന്നുപോയി. അത് ഓർമ്മപ്പെടുത്തിയതാണ്. ഇനി ബാപ്പാടെ ഒരു തീരുമാനം പറയട്ടെ. കൃഷ്ണന്റെ മോളുടെ ഓപ്പറേഷൻ നമ്മൾ നടത്തും. ഈ നിമിഷം വരെ ബാപ്പാക്ക് ഇതൊരു കാളരാത്രിയായിരുന്നു. പക്ഷെ ഇപ്പോ ഇത് റമദാൻ മാസത്തിൽ 27ാം രാവ് പോലെ പുണ്യം പെയ്തിറങ്ങുന്ന ലൈലത്തുൽ ഖദറാണ്. ശുഭരാത്രി. ഇത് വാപ്പാടെ സക്കാത്തല്ല, പടച്ചോന്റെ സക്കാത്താണ്. ഇതിനേക്കാളും വലിയൊരു ഹജ്ജ് പാപ്പാക്ക് ചെയ്യാനില്ല.